പരിപാടികൾ വിട്ടുനിൽക്കുമെന്നും പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ പുനഃസംഘടന കാര്യത്തിൽ? കെ മുരളീധരൻ വിട്ടുവെന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം വിശ്വാസ സംരക്ഷണ ജാഥയുമായിട്ടാണ് കാഞ്ഞങ്ങാട്ട് നിന്ന് പുറപ്പെട്ടത്. അദ്ദേഹം ഒരു തികഞ്ഞ വിശ്വാസിയാണ്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഴിയിൽ എന്തോ തടസ്സമുണ്ടായതുകൊണ്ടാണ് കൃത്യസമയത്ത് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാതെ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പുനഃസംഘടന പരാതികൾ കാണാം. പക്ഷേ കോൺഗ്രസ് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, അതിലെല്ലാ കാലത്തും പുനഃസംഘടന വരുമ്പോൾ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അതൊക്കെ തന്നെ യഥാവിധി പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ഇൻഹറന്റ് സ്ട്രെങ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ കോൺസെപ്റ്റൊക്കെ വേറെയല്ലേ. നിങ്ങൾക്കറിയാലോ, ഞാൻ KPCC അധ്യക്ഷനായ സമയത്ത് ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ കമ്മിറ്റി ആയിരിക്കണം. ആ കമ്മിറ്റിക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അതല്ല, പല ഭാഗത്തുനിന്നും ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കോൺഗ്രസ്. അനാവശ്യം ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞല്ലോ. ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു, അസംതൃപ്തരായ ആളുകളൊന്നും കൂട്ടിയിട്ട് അങ്ങനെ പോകാൻ സാധിക്കില്ല. അപ്പം എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പോകുക എന്നൊരു സമീപനമാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. ഇലക്ഷനൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പുറത്തു വരേണ്ടല്ലോ. തീർച്ചയായിട്ടും സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത പലരെയും ഉൾക്കൊള്ളിക്കേണ്ടി വരും. നിലവിലിരിക്കുന്ന കുറേ സെക്രട്ടറിമാരുണ്ട്. ആ സെക്രട്ടറിമാരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. അതല്ലേ യാഥാർത്ഥ്യം. അത് സാധാരണ പുനഃസംഘടന നടക്കുമ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അതെല്ലാ കാലത്തും നടത്താറുണ്ട്. ഏതെങ്കിലും ഒരു മതജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരാതി പരിശോധിച്ചിട്ട് നടപടി കോൺഗ്രസ് സ്വീകരിച്ച ചരിത്രമാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോ പ്രസിഡന്റ് പറഞ്ഞത് സഭയുമായി ബന്ധപ്പെട്ട് അവരുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ്. ഇന്നലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്ത തന്നെ പറഞ്ഞു, പിൻവർക്കിയും ഒപ്പം തന്നെ ചാണ്ടിയുമനൊക്കെ സഭയുടെ മക്കളാണ്, കയറി കൊട്ടേണ്ട സഭയെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങും പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ മതസാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണല്ലോ കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ സാമുദായിക സമവാക്യം എല്ലാ കാലത്തും അത് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും പോയിട്ടുള്ളത്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സാമുദായിക സംഘടനകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അത് ഇടപെടാൻ പലപ്പോഴും ഒരു അനുവദിക്കാത്ത സാഹചര്യമല്ലേ പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം അവരുടെ ജെന്യൂനായ എല്ലാ ആവശ്യങ്ങളും ഇന്ന് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വേറെ കേരള സംസ്ഥാനത്തില്ല. എല്ലാ കാലത്തും അങ്ങനെയാണ്. കാരണം അത് NSSന്റെ ആവട്ടെ, അല്ലെങ്കിൽ SNDPയുടെ ആവട്ടെ, അതെങ്കിൽ ക്രൈസ്തവ സംഘടനകളാകട്ടെ, അതല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരുടെ ആകട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ എന്നും കണ്ടുകൊണ്ട് പരിഹരിച്ച യഥാർത്ഥ ആവശ്യങ്ങളുടെ കൂടെ നിലക്കൊണ്ട ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണ്. മറ്റാർക്കും സാധിച്ചിട്ടില്ല. ഈ വെള്ളാപ്പള്ളി നിരന്തരമായി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നു, വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടന്നു. പക്ഷേ കോൺഗ്രസ് അത്ര ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധമോ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരിക്കലും നടത്താൻ പാടില്ല. കുറെ കൂടെ സംയമനം വേണ്ടേ? ഏത് സംഘടനയിൽപ്പെട്ട ആളുകളായാലും ഈ പറഞ്ഞ വർഗീയ വിദ്വേഷം അത് ആളിക്കത്തിക്കുന്ന ഒരു സമീപനം പാടില്ല. നരേന്ദ്രമോദിക്കെതിരായിട്ട് ഞങ്ങളുടെ സമീപനം എപ്പോഴെന്താ വിഭാഗീയത വളർത്തുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്നു. ആ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം അംഗീകരിക്കാൻ സാധിക്കില്ല. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അത് അംഗീകരിക്കാൻ സാധിക്കില്ല. വസ്തുതകൾ പറയാം, പക്ഷേ ഒരു സമുദായത്തിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണം, അതും ആസൂത്രിതമായി നടത്തുന്ന ആക്രമണമായിട്ട് അദ്ദേഹം നടത്തുന്ന ആക്രമണത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം എല്ലാ ബിഷപ്പുമാർക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ഈ കാര്യത്തിൽ അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത്. എല്ലാ കാലത്തും ഞങ്ങൾ അനുകൂലമായ തീരുമാനമെടുത്തു. ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും ഉന്നതരായ നേതാവല്ലേ ശ്രീമാൻ ഉമ്മൻചാണ്ടി. ദീർഘവർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പദവിയും അദ്ദേഹം അലങ്കരിച്ചാണ്. കേരളം കണ്ട ഏറ്റവും പ്രശസ്തരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ഒരാളായിട്ട് ഉമ്മൻചാണ്ടി നിൽക്കുന്നുണ്ട്. ആ സഭയെ എല്ലാ കാലത്തും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ബിക്കറിങ്സും വല്ലതും ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ഞങ്ങളത് കണ്ടുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ നടപടിയെടുക്കും. അല്ലാതെ ഏതെങ്കിലും സാമുദായിക സംഘടനകളുടെ നിയന്ത്രണത്തിൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു കാലത്തും പോകാറില്ലല്ലോ.
അങ്ങയുടെ ചില പ്രതിനിധികളെ ഈ ഒരു പുനഃസംഘടനയെ പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള ചില കഥകൾ കേൾക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു കാലത്തുമില്ല. ഞാൻ പരസ്യമായിട്ട് എന്തെങ്കിലും പരാതി പറഞ്ഞ സ്വഭാവക്കാരല്ല ഞാൻ. എന്തെങ്കിലും പാർട്ടി ഫോറത്തിൽ ഞാൻ പറയും. അല്ലാതെ പാർട്ടി കാര്യങ്ങൾ അത് പൊതുവേദിയിൽ വെച്ച് പറയുന്ന സ്വഭാവം ഒരു കാലത്തും എനിക്കുണ്ടായില്ല. എത്രയോ വർഷക്കാലമായിട്ട്, ഒരു 10, 35, 40 വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ സമീപനം ആ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെയല്ല. എന്തെങ്കിലും ഞാൻ പറയും. പിന്നെ എന്നോട് കൺസൾട്ടേഷൻ നടത്തുക വെച്ചാൽ എല്ലാവരും എന്നോട് കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയില്ല. എല്ലാവരും എന്നെ വന്ന് വീട്ടിൽ തന്നെ കണ്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് അവർ പുനഃസംഘടനയുമായിട്ട് മുന്നോട്ട് പോയി. പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. എവിടെയെങ്കിലും അസ്വാരസ്യങ്ങളോ അപസരങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും. അങ്ങയുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് ഐ മൂസ. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മതം നോക്കിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല. മൂസയുമായിട്ട് ഞാൻ സംസാരിക്കാം. മൂസ ഇടയ്ക്കെന്നെ വന്ന് കാണാറുണ്ട്. അദ്ദേഹത്തിന് വല്ല ഗ്രീവൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്ന് പരിശോധിക്കുന്നതാണ്. ജംബോ കമ്മിറ്റി അപ്പം പൂർണ്ണമായും പ്രാവർത്തികമല്ല. അപ്പം താങ്കൾ പറഞ്ഞ താങ്കളുടെ സമയത്തെ ചെറിയ കമ്മിറ്റികളാണ് ഏറ്റവും നല്ലതെന്ന അഭിപ്രായമാണ് താങ്കൾക്കുണ്ടായിരുന്നത്. അത് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ ഒരു സമീപനം ഞാൻ സ്വീകരിച്ചപ്പോൾ 1.5 വർഷം കഴിയുന്നവരെ എനിക്കൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തിക്തമായ അനുഭവം കൂടി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പറയണ്ടായി ഒരു കമ്മിറ്റി പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന കാര്യം. ഇതായിരുന്നു ആ സാഹചര്യം. അതും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, കോൺഗ്രസ് ഈസ് ഒരു ഗ്രേറ്റസ്റ്റ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇൻ ദ കൺട്രി. ഓക്കെ, റൈറ്റ്. ഓക്കെ, റൈറ്റ്.